പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലസ്ഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വർക്കവി. ഞാൻ ആഷിഖ് ജോയ്. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഗ്രിഗോറിയൻ മാസ് അർപ്പിക്കേണ്ടത്, അത് എവിടെ അവൈലബിൾ ആയിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ദി ഡോഗ്മ ഓഫ് പെർഗട്ടറിയിലെ മറ്റൊരു എപ്പിസോഡിലോട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അമേരിക്കയിൽ 1860കളിൽ നടന്ന ഒരു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാവിൻ്റെ പ്രത്യക്ഷീകരണത്തെ പറ്റിയിട്ടാണ്. അതിലോട്ട് വരുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. അപ്പോൾ അമേരിക്കയിൽ 1860കളിൽ നടന്നൊരു സംഭവമാണിത്. അമേരിക്കയിലെ ദി മോണ്ടെ എന്ന പേരുള്ള മാഗസീനിൽ വന്നിട്ടുള്ളൊരു സംഭവമാണിത്. മറ്റൊന്നുമല്ല, 1859 മുതൽ അമേരിക്കയിലെ ലാട്രോബ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഒരു ബെനഡിക്റ്റൻ സന്യാസ സഭയിൽ, ഒരു മൊണാസ്ട്രിയിൽ സംഭവിച്ച ഒരു ശുദ്ധീകരണാത്മാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അന്ന് അമേരിക്കയിലെ ഒരു പത്രം പല വാർത്തകളും ഇറക്കിയപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ വിവരിച്ചുകൊണ്ട് പത്രാധിപർക്ക് അവിടുത്തെ സുപ്പീരിയർ, ആ ഹൗസിൻ്റെ സുപ്പീരിയർ എഴുതിയിട്ടുള്ള കത്താണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. അപ്പോൾ സുപ്പീരിയർ പറഞ്ഞ പ്രകാരമാണ്, ദ ഫോളോയിങ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ കേസ്. ഈ സംഭവത്തെ പറ്റിയിട്ടുള്ള സത്യസന്ധമായ വിവരണമാണ് ഈ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം തുടരുകയാണ്. മറ്റൊന്നുമില്ല, ഈ ബെനഡിക്റ്റൻ മൊണാസ്ട്രിയിൽ വൈദികനാകാൻ വേണ്ടിയിട്ട് വന്ന ഒരു പുതിയൊരു സെമിനാരി വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് സെപ്റ്റംബർ മാസം 10, 1859 മുതൽ ഏകദേശം നവംബർ മാസം 19 വരെ ഒരു ശുദ്ധീകരണാത്മാവിൻ്റെ ഒരു പ്രത്യക്ഷീകരണം സംഭവിക്കുകയുണ്ടായി. സെപ്റ്റംബർ 18 മുതൽ സെപ്റ്റംബർ 19 വരെ തുടർച്ചയായിട്ട് ഈ ആത്മാവ് വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരു തവണ പോലും ഈ സെമിനാരി വിദ്യാർത്ഥി ഈ ആത്മാവുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഈ ആത്മാവ് വരുന്നു, അപ്രത്യക്ഷമായിട്ട് പോകുന്നു. അങ്ങനെ നവംബർ മാസം 19-ാം തീയതി ഈ ആത്മാവിനോട് സംസാരിച്ചത് ആ മൊണാസ്ട്രി തന്നെയുള്ള മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യത്തിലാണ് സംസാരിച്ചപ്പോൾ ഈ ആത്മാവ് പറയുന്ന കാര്യപ്രകാരമാണ്, ഞാനൊരു ബെനഡിക്റ്റൻ വൈദികനാണ്. ദൈവം എന്നെ 77 വർഷത്തേക്ക് ശുദ്ധീകരണ സ്ഥലത്ത് വിധിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം, ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ വിശ്വാസികൾ ചൊല്ലാൻ വേണ്ടി തന്ന 7 കുർബാന ഞാൻ ചൊല്ലിയില്ല. ഞാനത് അവോയ്ഡ് ചെയ്തു. ഏതോ വിശ്വാസികൾ എന്തൊക്കെയോ ആവശ്യത്തിന് വൈദികന് കൊടുത്ത പരിശുദ്ധ കുർബാന, 7 കുർബാനകൾ ബോധപൂർവം ഈ വൈദികൻ ചൊല്ലിയില്ല. 7 കുർബാന ചൊല്ലാത്തത് കാരണം 77 വർഷം ഞാൻ ഈ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുകയാണ്. എന്നിട്ട് ഈ വൈദികൻ ആത്മാ തുടരുകയാണ്, ഞാൻ മറ്റ് 7 ബെനഡിക്റ്റൻ സന്യാസികൾക്ക് ഞാൻ പ്രത്യക്ഷപ്പെട്ടു. ഇതേ ആവശ്യം ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന്. പക്ഷേ അവരാരും ചെയ്തില്ല. ഇനി നിങ്ങളും കൂടെ, ഈ സെമിനാരി വിദ്യാർത്ഥിയോട് പറയുകയാണ്, ഇനി നീയും കൂടെ എന്നെ ഉപേക്ഷിച്ചാൽ ഇനി 11 വർഷം കഴിഞ്ഞിട്ടേ ദൈവം എനിക്ക് അനുമതി തരികയുള്ളൂ മറ്റൊരു വ്യക്തിയുടെ അടുക്കൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ എനിക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കണം. 7 ദിവസത്തേക്ക് നീ നിശബ്ദത പാലിക്കണം. കാലിൽ ചെരുപ്പൊന്നും ഇടാതെ സാം മിസേരേരെ നീ ചൊല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സങ്കീർത്തനം 51 ആണെന്ന് തോന്നുന്നു. അപ്പോൾ സങ്കീർത്തനം 51, 7 ദിവസത്തേക്ക് നീ ചെരുപ്പൊന്നും ധരിക്കാതെ കുരിശാകൃതിയിൽ കരങ്ങൾ വിരിച്ചു കൊണ്ട് നീ ചൊല്ലണം. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനോടൊപ്പം ഇതും കൂടെ നീ ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇവിടുന്ന് മോചനമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നവംബർ 20-നും ഡിസംബർ 25-നും ഇടയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ സെമിനാരി വിദ്യാർത്ഥി ഈ ആത്മാവിന് വേണ്ടി പൂർത്തിയാക്കി. അതിനുശേഷം പിന്നീട് ഈ ആത്മാവ് വന്നതേയില്ല. എന്നാൽ ഈ നവംബർ 20-നും ഡിസംബർ 25-നും ഇടയിൽ ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലെല്ലാം ഈ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അവരൊരുപാട് വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത്. മാത്രവുമല്ല, ഈ ശുദ്ധീകരണ ആത്മാക്കളെ ആരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നോ അവരോട് ഇവർ എന്നും നന്ദിയുള്ളവരായിരിക്കും എന്നും പറയാനാണ് ഈ ആത്മാവ് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ വൈദികൻ ആത്മാവ് പറഞ്ഞ ഇപ്രകാരമാണ്, ഈ ബെനഡിക്റ്റൻ മൊണാസ്ട്രിയിൽ നിന്ന് മരിച്ച
5 വൈദികർ ഇതുവരെയായിട്ടും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല. അവരിപ്പോഴും ശുദ്ധീകരണ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടാണ് ഈ ആത്മാവ് പോകുന്നത്. ഇപ്പോൾ ഫാദർ ഷൂപ്പ പറയുന്നത് സന്യസ്തരായിട്ടുള്ളവർ, അത് വൈദികർ, സന്യസ്തർക്ക് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ദൈവം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വളരെ കർക്കശമായ രീതിയിൽ ദൈവം ഇവരെ വിധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാം ദൈവം നോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കുർബാന സ്പീഡിൽ ചൊല്ലി തീർക്കുന്നതും ഭയഭക്തി ഇല്ലാതെ കുർബാന ചൊല്ലുന്നതും കുർബാനകൾ അർപ്പിക്കേണ്ടിയിരുന്ന കുർബാന അർപ്പിക്കേണ്ടെന്ന് പറയണതും അതുപോലെ മരിയാസിമ്മയുടെ ഒരു ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാവിൻ്റെ അനുഭവത്തിൽ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഇതുപോലെ ഒരു വിശ്വാസി പോയിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് രാവിലെ ഒരു കുർബാന, വൈകിട്ട് ഒരു കുർബാന, ഞായറാഴ്ച അർപ്പിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അതിനൊന്നും ആവശ്യമില്ല, ഒരു കുർബാന മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുർബാന നെഗ്ലക്റ്റ് ചെയ്തത് കാരണം ഈ വൈദികൻ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുകയാണ്. എത്രത്തോളം കുർബാനകൾ അദ്ദേഹം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് മുടക്കിയോ അത്രത്തോളം കുർബാനകൾ ഇനി ഭൂമിയിൽ ആരെങ്കിലും അർപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ വൈദികൻ അവിടെ നിന്ന് മോചനമുള്ളൂ. അപ്പം എൻ്റെ പ്രിയമുള്ളവർ, എത്ര മാത്രം വാക്കുകളും പ്രവൃത്തിയും പെരുമാറ്റം എല്ലാം വൈദികരും സന്യസ്തരും കാത്തു സൂക്ഷിക്കണമെന്നുള്ളതാണ്. ആവിലയിൽ അമത്രീസ്യ കണ്ട ഒരു ദർശനം, ഒരു വൈദികൻ്റെ കരങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചോദിച്ചപ്പം പറഞ്ഞത്, ഈ കരം ദൈവം തന്നത് വിശ്വാസികളെ ബ്ലസ് ചെയ്യാനാണ്. പക്ഷേ പലപ്പോഴും ഇദ്ദേഹം ബ്ലസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഈ കരങ്ങൾ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് കത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വൈദികൻ കാരണം, ഏതെങ്കിലും സന്യസ്തർ കാരണം ആർക്കെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടാൽ, ഒരു കുടുംബത്തിനൊരു മുറിവേറ്റ് ആ കുടുംബ സഭയിൽ നിന്ന് മാറിയാൽ, ഒരുപക്ഷെ നിത്യജീവൻ പോലും വൈദികർക്ക് നഷ്ടമായേക്കാം എന്ന് ഈ വളരെ ചെറിയൊരു സംഭവത്തിൽ നിന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ഈ പുസ്തകം വൈദികർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കണം. ദി ഡോഗ്മ ഓഫ് പെർഗറ്ററി ബൈ ഫാദർ ഷൂപ്പെ. ഇത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഞാൻ പ്രിപ്പയർ ആയിട്ടാണ് ദൈവകൃപയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞു തരും തോറും, നിങ്ങൾക്ക് പറഞ്ഞു തരും തോറും എൻ്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സംഭവം പറയുന്നത് ഇപ്രകാരമാണ്. ഒരു വൈദികൻ, പ്രായമായിട്ടുള്ളൊരു വൈദികൻ മരണാസന്നനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അന്ത്യകൂദാശ തരട്ടെ എന്ന് മറ്റു വൈദികർ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വേണ്ട, അതിനാവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടോ ചിലപ്പോൾ ഒരു പക്ഷേ പ്രായത്തിൻ്റെ ഇതായിരിക്കാം, എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ ഒരു ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം, ഈ അടുത്തൊന്നും മരിക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ ഈ വൈദികൻ പറഞ്ഞു എനിക്ക് അന്ത്യകൂദാശയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത്. ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞൊരു കാര്യം, ദൈവം എന്നെ 100 വർഷത്തേക്ക് ശുദ്ധീകരണ സ്ഥലത്തേക്ക് വിധിച്ചിരിക്കുന്നതാണ്. 100 വർഷത്തേക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ ഇങ്ങനെയായിരുന്നു. ഇദ്ദേഹം അന്ത്യകൂദാശ സ്വീകരിച്ച് കുറച്ച് കാലം കിടന്ന് ആ കിടപ്പിലൂടെ ഇദ്ദേഹത്തിന് ലഭിക്കുന്ന സഹനം വഴി ഇദ്ദേഹത്തെ പ്യൂരിഫൈ ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ സഹനം കുറക്കണം, ഇദ്ദേഹത്തെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകണം എന്നതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. പക്ഷേ ഇദ്ദേഹം ഇത് വേണ്ട എന്ന് പറഞ്ഞത് കാരണം അന്ത്യകുദാശയിൽ ലഭിക്കുന്ന കൃപകളൊക്കെ നഷ്ടപ്പെടുത്തി അന്ത്യകുദാശ ലഭിക്കാതെ മരിച്ചതുകൊണ്ടും കൂടെ 100 വർഷത്തേക്ക് ദൈവം വിധിക്കുകയാണ്. ഇനി ഗ്രിഗോറി മാസിൻ്റെ കാര്യം. ഗ്രിഗോറി മാസ് ഞാൻ ബ്രീഫായിട്ട് പറയാം. ഗ്രിഗറി മാർപ്പാപ്പ തൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു വൈദികന് വേണ്ടിയിട്ട് 30 ദിവസം, അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ 30 ദിവസത്തേക്ക് ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു, ഈ ഒരു ആത്മാവിന് വേണ്ടി മാത്രം. അങ്ങനെ ഗ്രിഗറി മാർപ്പാപ്പയ്ക്ക് ഈ വ്യക്തിയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ട് നന്ദി പറഞ്ഞിട്ട് പോയി. പിന്നീടാണ് അങ്ങനെ ഒരു കസ്റ്റം വന്നത്. 30 ദിവസത്തേക്ക് ഒരു ആത്മാവിന് വേണ്ടിയിട്ട് ഒരു വൈദികൻ ഈ ഒരു നിയോഗം മാത്രം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വികാരച്ചന്മാർക്കൊന്നും ഇത് അർപ്പിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഒത്തിരി പ്രയർ ഇൻറ്റൻഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ പ്രാർത്ഥനകളും എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടാണ് അച്ഛൻ ബലിയർപ്പിക്കുന്നത്. അപ്പോൾ ഒരു ആത്മാവിന് വേണ്ടി മാത്രം പിന്നെയും ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സാധാരണ സന്യസ്തരായിട്ടുള്ള വൈദികനാണ് ഗ്രിഗോറി മാസ് സാധാരണ അർപ്പിക്കാറ്. അപ്പോൾ അത് ഓരോ ആത്മാവിനെയും ആശ്രയിച്ചിരിക്കും. ചിലർക്ക് ഒരു ഗ്രിഗോറി മാസം കൊണ്ട് അവർ സ്വർഗത്തോട്ട് കയറി പോകും, ചിലർക്ക് 1, 2, 3 മാസം വേണ്ടി വരും. പക്ഷേ ഞാൻ പറയണത് നമ്മളതൊരു ഒരു ശീലമാക്കി നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്രിഗോറി മാസ് ഒരു പെർട്ടിക്കുലർ ആത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റും, നമ്മുടെ ഫാമിലി ട്രീ മുഴുവന് വേണ്ടിയും ചൊല്ലാൻ പറ്റും. നമ്മുടെ കുടുംബ പേര് പറഞ്ഞ് ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള 33 തലമുറകൾക്കുള്ള ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചൊല്ലാം. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സന്യസ്ത മൊണാസ്ട്രിയിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ചോദിക്കുക, ഇങ്ങനെ ഗ്രിഗോറി മാസ് ഇവിടെ ചൊല്ലുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിഷപ്സ് ഹൗസുകളിൽ പോയിട്ട് നിങ്ങൾ അന്വേഷിക്കുക. ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക, ഞാൻ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം.
എവിടെയാണ് ഗുരുവായൂർ മാസ് അർപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. അപ്പം ദയവേത് വിളിക്കരുത്, നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് മാത്രം അയക്കുക. ഞാൻ എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ മറുപടി തരും. അപ്പോൾ മറ്റൊരു സംഭവമായിട്ട് വരുന്നവരെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തു ഇൻ മുളിയേരിബൂസ് എ ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് ടു യേസൂസ് Sancta Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe Ore.